മോഹൻലാൽ എന്ന മഹാത്ഭുതം മലയാളിയെ വിസ്മയപ്പെടുത്താൻ തുടങ്ങിയിട്ട് 45 വർഷമായി. ഈ 45-ാം വർഷത്തിലും ലാലേട്ടൻ്റെ ഒരു സിനിമയ്ക്കായി വല്ലാത്ത കാത്തിരിപ്പിലാണ് മലയാളികൾ. അതും ക്ഷമ നശിച്ച ഒരു കാത്തിരിപ്പ്. എമ്പുരാൻ ബോക്സ് ഓഫീസിലെ എമ്പുരാൻ കിടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സിനിമയുടെ പ്രീ ബുക്കിംഗ് ഒക്കെ അതിനുള്ള സൂചനകൾ നൽകുന്നു. ലിയോയെയും പുഷ്പ 2വിനെയും ഒക്കെ പിന്നിലാക്കി വലിയ ബുക്കിംഗ് നേടുകയാണ് ആ ചിത്രം. നമ്മൾ മനസ്സിലാക്കുന്നത് പാൻ ഇന്ത്യ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു ഇതിനകം എമ്പുരാൻ എന്നുള്ളതാണ്. അതിനൊറ്റ കാരണമാണ് മോഹൻലാൽ എന്ന പേര്. ലാലിൻ്റെ പല സിനിമകളെയും ഇങ്ങനെ മലയാളികൾ കാത്തിരുന്ന അനവധി തവണകൾ ഉണ്ടായിട്ടുണ്ട്. ഏറെ കയറ്റിറക്കങ്ങൾ നിറഞ്ഞ ഒരു സിനിമാ ജീവിതം കൂടിയായിരുന്നു മോഹൻലാലിൻ്റേത്. ഇടയ്ക്ക് സിനിമയിൽ നിന്ന് ഔട്ടായി പോയെന്നും തുടർച്ചയായ പരാജയങ്ങൾ മോഹൻലാലിനെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെയുള്ള ഒരുപാട് തവണ കഥകൾ കേട്ട് വളർന്ന 3 തലമുറകളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ഇപ്പോഴും മോഹൻലാൽ വലിയ അത്ഭുതമായി തുടരുകയാണ്. കാരണം പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ അന്യഭാഷകളിലൊക്കെ 25 കോടി രൂപ വരെയാണ് മോഹൻലാലിന് പ്രതിഫലമെന്ന് കേൾക്കുന്നു. 10 കോടിക്ക് മുകളിലാണ് മലയാളത്തിൽ പ്രതിഫലം. അത്രയും പ്രതിഫലം മേടിക്കുകയും ഇത്രത്തോളം പാൻ ഇന്ത്യ തലത്തിൽ അക്സെപ്റ്റഡ് ആവുകയും ചെയ്ത മറ്റൊരു മലയാളി നടനുമില്ല എന്നത് പ്രത്യേകതയാണ്. തിരനോട്ടം മുതൽ ഇങ്ങോട്ട് മോഹൻലാലിനെ സൂപ്പർ താരമാക്കിയ രാജാവിൻ്റെ മകൻ വരെയുള്ള കാലഘട്ടത്തിൽ അഭിനയിച്ച നിരവധി സിനിമകൾ, ഇരുത്തം വന്ന നടനായി ലാൽ മാറിയ ഒരു കാലഘട്ടം, അതായത് സഹനടൻ വില്ലൻ എന്ന ഗണത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് ഒരു സിംഹാസനം അദ്ദേഹം പിടിച്ചിടുകയും പിന്നീട് മലയാള സിനിമയിൽ 4 പതിറ്റാണ്ടായി അത്ഭുതകരമായി സഞ്ചരിക്കുകയും ചെയ്യുന്ന നടൻ. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കയറ്റിറക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മോഹൻലാലിന്. തുടർച്ചയായ പരാജയങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ലാലിൻ്റെ കരിയറിൽ. അതിനുശേഷം ഫീനിക്സ് പക്ഷിയെപ്പോലെ വമ്പൻ ഹിറ്റുകളിലൂടെ ഉയർത്തെഴുന്നേക്കുന്ന മോഹൻലാലിനെയും നമുക്ക് പരിചിതമാണ്. മലയാളിയുടെ നടത്തത്തിലും സംഭാഷണത്തിലും ജീവിതശൈലിയിലുമൊക്കെ മോഹൻലാൽ അങ്ങനെ ഭാഗമായിട്ട് 45 വർഷം പിന്നിടുകയാണ്. 1980കളിൽ 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വില്ലൻ മലയാള സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ടു. സഷാൽ ഫാസിലിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ. അന്നൊക്കെ ഇയാൾ മലയാളത്തിലെ ഒരു സ്ഥിരം താരമാകുമോ, നായക സ്ഥാനത്തേക്ക് പ്രതിഷ്ഠ നേടുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ മലയാളികൾക്കുണ്ടായിരുന്നു. അത്തരത്തിലുള്ള മാനറിസങ്ങളായിരുന്നു മോഹൻലാലിൻ്റേത്. ചെരിഞ്ഞ നടത്തവും ഒരു സ്ത്രൈണഭാവത്തിലുള്ള സംഭാഷണ രീതിയുമൊക്കെ മോഹൻലാലിന് മലയാള സിനിമാ രംഗത്ത് എന്തു സ്ഥാനം നൽകുമെന്ന സംശയങ്ങൾ അന്ന് സിനിമാ നിരൂപകരൊക്കെ പലപ്പോഴും പറഞ്ഞതും എഴുതുമൊക്കെ പിന്നീട് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് പിന്നീട് ഓരോ ചിത്രങ്ങളിലൂടെയും തൻ്റെ സ്ഥാനം പ്രതിഷ്ഠിച്ചുകൊണ്ട് പലതരത്തിലുള്ള ക്യാരക്ടറിലൂടെ, വില്ലൻ വേഷങ്ങളിലൂടെ, സഹനടൻ വേഷങ്ങളിലൂടെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മോഹൻലാൽ മലയാളിയുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. പിന്നീട് നേരത്തെ പറഞ്ഞവർ 1986 തൻ്റെ 26ാമത്തെ വയസ്സിൽ രാജാവിൻ്റെ മകൻ എന്ന സിനിമ, അതും മമ്മൂട്ടിയെ വെച്ച് ചെയ്യാനായി തമ്പി കണ്ണന്താനം രൂപപ്പെടുത്തിയ ഒരു കഥാപാത്രത്തെ വളരെ യാദൃശ്ചികമായി മോഹൻലാലിലേക്ക് വരികയും തമ്പി കണ്ണന്താനം തൻ്റെ വീട് പണയപ്പെടുത്തി എടുത്ത സിനിമ മലയാള സിനിമയിലെ ഒരു മൈൽ സ്റ്റോണായി മാറുകയും മോഹൻലാൽ എന്ന സൂപ്പർ താരത്തെ സൃഷ്ടിക്കുകയും ചെയ്തത് മലയാള സിനിമയുടെ അത്ഭുതത്തിൻ്റെ ചരിത്രമാണ്. ഇത്തരത്തിൽ പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായ ഹിറ്റുകൾ മോഹൻലാൽ സിനിമയ്ക്ക് സമ്മാനിച്ചു. ഓരോ ഹിറ്റുകളിലൂടെയും തൻ്റെ സിംഹാസനം മലയാള സിനിമയിൽ മോഹൻലാൽ ഉറപ്പിക്കുകയും ചെയ്തു. നിരവധി നടന്മാർ അതീശത്വം പുലർത്തുന്ന മലയാള സിനിമയിൽ തൻ്റെതായ ശൈലിയിൽ, തൻ്റെതായ രീതിയിൽ മോഹൻലാൽ തൻ്റെ സിംഹാസനം അത് ഉറപ്പിക്കുകയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ സിനിമകൾ, ചിത്രം, കിലുക്കം ഒക്കെ അതിന് വലിയ ഉദാഹരണങ്ങളാണ്. ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ, അതായത് ഏതാണ്ട് 365 ദിവസത്തിലധികം തുടർച്ചയായി പ്രദർശിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ച ഒരു സിനിമയാണ്. അന്ന് 365 ദിവസം ഒരു സിനിമ പ്രദർശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അത്യപൂർവമായിരുന്നു. അതായത് ഒരു വർഷം പൂർണ്ണമായും പ്രദർശിപ്പിച്ച് തിയേറ്റർ ഒഴിഞ്ഞ ഒരു സിനിമയാണ് ചിത്രം എന്ന സിനിമ. 1 കോടി രൂപ കളക്ഷൻ വന്ന ആദ്യ സിനിമ എന്നുള്ളതും മോഹൻലാലിൽ നിന്ന് തുടങ്ങുകയാണ്. അത് എ ക്ലാസ് തിയേറ്ററുകളിൽ നിന്ന് മാത്രം 1 കോടി രൂപ കിലുക്കം എന്ന സിനിമ നേടുകയാണ്. അത് 91 എ ക്ലാസ് തിയേറ്ററുകളിൽ നിന്ന് മാത്രം 1 കോടി രൂപ വാരിയ ഒരു ചിത്രമായി കിലുക്കം മാറിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. പിന്നീട് മണിച്ചിത്രത്താഴ് എന്ന ഫാസിൽ ചിത്രവും മോഹൻലാലിൻ്റെ കരിയറിനെ ഊട്ടി ഉറപ്പിച്ചു. അതും വലിയ തോതിലുള്ള ഹിറ്റായി. വീണ്ടും തിയേറ്ററിൽ മാത്രമല്ല വീണ്ടും ടി വിയിൽ വരുമ്പോൾ റിപ്പീറ്റഡ് ഓഡിയൻസ് ഉള്ള, ഏറ്റവും അധികം തവണ മലയാളി കണ്ട ഒരു സിനിമയായി മണിച്ചിത്രത്താഴ് മാറിയതും പ്രേക്ഷകർ കണ്ടു. അതും മലയാള സിനിമയിലെ ഒരു അത്ഭുതമായി മാറിയ പശ്ചാത്തലമുണ്ടായി. പിന്നീട് 2000-ൻ്റെ ആദ്യം ഇറങ്ങിയ നരസിംഹം എന്ന സിനിമ
മലയാള സിനിമയിൽ മോഹൻലാലിൻ്റെ താരാധിപത്യം ഉറപ്പിക്കുന്നതായി. പക്ഷേ അതിന് മുൻപുള്ള ഒരു കാലഘട്ടമൊക്കെ ഉണ്ട്. ആദ്യമായി 1 കോടി രൂപ കളക്ഷൻ നേടിയ സിനിമ, ആദ്യമായി 10 കോടിയോളം ലാഭമുണ്ടാക്കിയ സിനിമ നരസിംഹം, പിന്നീട് ഇങ്ങോട്ട് 50 കോടി ക്ലബിൽ കയറുന്ന ആദ്യ സിനിമ അത് ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിലൂടെ മോഹൻലാൽ നിറഞ്ഞാടിയ ദൃശ്യം എന്ന സിനിമയായിരുന്നു. പിന്നീട് 100 കോടി നേടിയ പുലിമുരുകൻ എന്ന സിനിമ നമ്മൾ കണ്ടതാണ്. പിന്നീട് 200 കോടിയിലേക്ക് കടന്ന സിനിമയും മോഹൻലാലിന് സ്വന്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ലൂസിഫർ എന്ന സിനിമ 175 കോടിയോളം രൂപയാണ് വാരിയത് എന്നുള്ളത് കൂടി ചേർത്ത് വെക്കണം. അങ്ങനെ കോടികളുടെ എല്ലാ റെക്കോർഡുകളും നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ പേരിലാണ് എന്നുള്ളത് ചേർത്ത് വെക്കണം. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു നടൻ കൂടിയാണ് മോഹൻലാൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 86 മുതൽ 96 വരെയുള്ള കാലഘട്ടങ്ങളിൽ മോഹൻലാൽ ഏതാണ്ട് വളരെ സേഫായിട്ടുള്ള ഒരു സമയമായിരുന്നു. എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ്, ഇറങ്ങുന്ന സിനിമകളൊക്കെ നിരൂപക പ്രശംസകൾ നേടുന്നു, നിരവധി അവാർഡുകൾ മോഹൻലാലിനെ തേടിയെത്തുന്ന അങ്ങനെ വലിയ പ്രധാനപ്പെട്ട ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ ആ നടൻ കടന്നുപോയി. പക്ഷേ 96 ശേഷം ഇങ്ങോട്ട് ഒരുപാട് കിംവദന്തികൾ മോഹൻലാലുമായി ബന്ധപ്പെട്ട് പടർന്നു. അദ്ദേഹം പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ചില അസുഖബാധിതനായി എന്ന രീതിയിൽ കാര്യങ്ങൾ വന്നു. ശബ്ദത്തിൽ ഒരു വേരിയേഷൻ വരുന്ന കാര്യമുണ്ടായി. ആ സമയത്ത് ഇറങ്ങിയ പ്രിൻസ് എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ ശബ്ദം കേട്ട് ആരാധക ലക്ഷങ്ങൾ ഞെട്ടിത്തെറിച്ചു. പിന്നീട് ഇങ്ങോട്ട് വന്ന സിനിമകൾ പരാജയമായി. പ്രിൻസിന് ശേഷം പ്രിൻസ് വമ്പൻ പരാജയമായി. വർണ്ണപ്പകിട്ട് എന്ന സിനിമയുടെ പരാജയം മോഹൻലാലിനെ വല്ലാതെ ബാധിച്ചു. പിന്നീട് അങ്ങോട്ട് ഉള്ള സിനിമകളൊക്കെ ഒരു തരത്തിലും വലിയ തോതിൽ ഹിറ്റാകാത്ത പശ്ചാത്തലം ഉണ്ടാകുന്നു. വർണ്ണപ്പകിട്ട്, അതിനുശേഷം 97 മോഹൻലാൽ പ്രിയദർശൻ സിനിമയായ ചന്ദ്രലേഖ ഇറങ്ങുകയും അതൊരു വലിയ സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തപ്പോൾ വീണ്ടും ലാലിൻ്റെ ഒരു തിരിച്ചുവരവ് സംഭവിച്ചു. ഞാൻ ഈ പറഞ്ഞു വന്നത് പലപ്പോഴും കയറ്റിറക്കങ്ങൾ നിറഞ്ഞതായിരുന്നു മോഹൻലാലിൻ്റെ ഒരു കരിയർ എന്നുള്ളതാണ്. ഈ ചന്ദ്രലേഖയ്ക്ക് ശേഷം 1-2 ഹിറ്റുകൾ അദ്ദേഹം സംഭവിച്ചു എങ്കിൽ പോലും ആ സമയം മുതൽ 2003 മുതൽ ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ മോഹൻലാൽ 2000 മുതൽ 2003 വരെയുള്ള കാലഘട്ടത്തിൽ മോഹൻലാലിൻ്റെ നിരവധി സിനിമകൾ അതിനുശേഷം പരാജയപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. ഈ പരാജയപ്പെടുന്ന പശ്ചാത്തലം ഉണ്ടായതിന് കാരണം പ്രജ എന്ന സിനിമ, അതിനുശേഷം ഇറങ്ങിയ ഒന്നാമൻ, താണ്ഡവം, ചതുരംഗം എന്നീ സിനിമകൾ വലിയ ഫ്ലോപ്പുകളായി മാറുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. അതിനുശേഷം കെ മധുവിൻ്റെ ചതുരംഗമൊക്കെ വലിയ തോതിൽ മോഹൻലാലിന് തിരിച്ചടി സംഭവിപ്പിച്ച ഒരു കാര്യമായി മാറി. അതായത് നരസിംഹം എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നരസിംഹം മോഹൻലാലിനെ വലിയൊരു അതിമാനുഷികനാക്കി മാറ്റി, സാധാരണ സിനിമകൾ ചെയ്യുന്നതിൽ നിന്ന് അകറ്റി എന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഷാജി കൈലാസും രഞ്ജിത്തും ഒക്കെ കേട്ട സമയം കൂടിയാണിത്. അതിനുശേഷം വലിയ വലിയ പരാജയങ്ങൾ ലാലിനെ കാത്തിരിക്കുകയും അത് വലിയ തോതിൽ ലാലിൻ്റെ കരിയറിനെ ബാധിക്കുകയും ഒക്കെ ചെയ്ത സമയമായിരുന്നു അത്. 96 ശേഷം ഈ സമയത്ത് 2001 മുതൽ 2006 വരെയുള്ള സമയത്താണ് ഇത്തരം വലിയ പരാജയങ്ങൾ മോഹൻലാലിനെ തേടിയെത്തിയത് എന്ന് കൂടി ചേർത്ത് വെക്കണം. പിന്നീട് മോഹൻലാലിനൊരു ഹിറ്റുണ്ടാകുന്നത് ബാലേട്ടൻ എന്ന സിനിമയിലൂടെ, VM വിനുവിൻ്റെ ബാലേട്ടൻ എന്ന സിനിമയിലൂടെ ലാല് ഒരു തിരിച്ചുവരവ് നടത്തുകയാണ് ഉണ്ടായത്. ഒരു നാടൻ കഥാപാത്രത്തിലൂടെ തനിക്ക് വീണ്ടും അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രേക്ഷകരെ മനസ്സിലാക്കുകയും അത്ഭുതകരമായി ഒരു തിരിച്ചുവരവ് ലാലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ആ സിനിമ സൂപ്പർ ഹിറ്റായി മാറുകയും ബാലേട്ടൻ എന്ന പേരൊക്കെ മലയാളികൾ വിളിച്ചു തുടങ്ങുകയും ചെയ്തു എന്നുള്ള ഒരു കാര്യം കൂടി ആ സിനിമ, അത് മോഹൻലാലിനെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുന്ന ഒരു കഥാപാത്രമായി ബാലേട്ടൻ മാറുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പിന്നീടാണ് വീണ്ടും ഈ ബാലേട്ടനൊക്കെ ശേഷം വീണ്ടും പരാജയങ്ങളുടെ ഒരു ഘോഷയാത്ര ആയിരുന്നു ലാലിനെ സംബന്ധിച്ചിടത്തോളം. 2012 മലയാളിയെ അത്ഭുതപ്പെടുത്തിയ ദൃശ്യം ജനിക്കുന്നത്. അത് ഒരിക്കലും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി മാറുകയാണ്. പ്രത്യേകിച്ചും ദൃശ്യം മോഡൽ കൊലപാതകം എന്നുള്ളത് ഈ 10-13 വർഷത്തിന് ശേഷവും മലയാളികൾ ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയായി മാറുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ഈ ദൃശ്യത്തിൻ്റെ ഒരു പാൻ ഇന്ത്യ മാത്രമല്ല ആഗോള തലത്തിൽ പോലും വലിയ അംഗീകാരം കിട്ടിയ ഒരു സിനിമയായി അത് മാറുകയായിരുന്നു. ചൈനയിലും ജപ്പാനിലുമൊക്കെ ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടു, ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് ഈ സിനിമയുടെ ഒരു മാറ്റ് കൂട്ടുന്നു. പക്ഷേ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് ദൃശ്യത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ മറ്റൊരു നടൻ ചെയ്തപ്പോഴും ഈവൻ കമലഹാസൻ ചെയ്തപ്പോൾ പോലും ഈ തരത്തിലുള്ള ഒരു നാച്ചുറാലിറ്റി വന്നിട്ടില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കാരണം അത്രത്തോളം തന്മയത്തോടെ ലാൽ അവതരിപ്പിച്ച ജീവിച്ച ഒരു കഥാപാത്രമായിരുന്നു ദൃശ്യത്തിലെ ജോർജ് കുട്ടി എന്ന കഥാപാത്രം. അത് പിന്നീട് അതിൻ്റെ തുടർച്ചയായ ദൃശ്യം 2 ഒക്കെ സംഭവിക്കുന്നു. അവിടെയും അത്ഭുതങ്ങൾ കാത്തുവച്ചിരിക്കുകയായിരുന്നു. ആ സിനിമയും അതേപോലെ തന്നെ OTT റിലീസൊക്കെ ആണെങ്കിൽ പോലും അതേപോലെ തന്നെ വലിയ സൂപ്പർ ഹിറ്റായി മാറിയ ഒരു സിനിമയായി മാറുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. അത് മോഹൻലാലിന് മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഈ ഞാൻ പറഞ്ഞ ഈ ദൃശ്യം 2012 ശേഷം വീണ്ടും ഒരു മോശം കാലമായിരുന്നു മോഹൻലാലിന്. ഇവിടെ 2016 വരെ കാത്തിരിക്കേണ്ടി വന്നു പുലിമുരുകൻ ഇറങ്ങാൻ. പുലിമുരുകനും മലയാളത്തിലെ ആദ്യത്തെ 100 കോടി ക്ലബിൽ കയറിയ സിനിമയായി പുലിമുരുകൻ മാറുകയും
വലിയൊരു സൂപ്പർ ഹിറ്റ്, മോഹൻലാലിൻ്റെ പ്രതീക്ഷിക്കാവുന്ന അപ്പുറമുള്ള ഒരു സൂപ്പർ ഹിറ്റായി ആ സിനിമ മാറുകയും അതും പാൻ ഇന്ത്യ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി മാറുകയും ചെയ്ത പശ്ചാത്തലം ഒക്കെ ഉണ്ടായി. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഈ പുലിമുരുകനൊക്കെ ശേഷം ദൃശ്യം 2 ആണ് ഏതാണ്ട് ഒരു ആവറേജ് ഹിറ്റ് എന്ന നിലയിൽ കാണാൻ സാധിച്ചത്. പക്ഷേ വീണ്ടും മോഹൻലാലിൻ്റെ ഒടിയൻ എന്ന സിനിമ വലിയ ഹൈപ്പോടുകൂടി മലയാള പ്രേക്ഷകരിലേക്ക് എത്തുകയും തുടർന്ന് അതിൻ്റെ വമ്പൻ പരാജയം ലാലിനെ ഒട്ടൊന്നുമല്ല ഉലച്ചത്. പിന്നീട് നമുക്കറിയാം മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം, 100 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സിനിമ എന്ന ഖ്യാതിയോടെ വന്ന ചിത്രവും തിയേറ്ററുകളിൽ വൻപൻ പരാജയം സംഭവിച്ചു. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയും വലിയ ഹൈപ്പുകൾ മോഹൻലാൽ നൽകിയ സിനിമയാണ്. പക്ഷെ അതും ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അതിനിടയിൽ പൃഥ്വി ജോസഫിൻ്റെ സിനിമ ഹിറ്റാകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പക്ഷേ മോഹൻലാലിൻ്റെ താരസിംഹാസനത്തെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഹിറ്റായി മാറിയില്ല എന്നുള്ളതാണ്. ഇതിനിടയിലാണ് അദ്ദേഹം ബറോസ് എന്ന തരത്തിൽ സംവിധാന സംരംഭത്തിലേക്ക് കടക്കുകയും മറ്റും ചെയ്യുന്നത്. പക്ഷേ ബറോസും മോഹൻലാലിന് വലിയ പരാജയം സമ്മാനിച്ചു എന്നുള്ളതാണ്. മോഹൻലാലിന് പറ്റിയ വേഷമല്ല ഒരു സംവിധായകൻ്റേത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നു. അത് ദയനീയമായി തന്നെ ഒരു തരത്തിലും കുട്ടികളും മുതിർന്നവരും ആരും അംഗീകരിക്കാത്ത തരത്തിൽ ആ സിനിമ വലിയ തോതിൽ നഷ്ടമാകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കയറ്റിറക്കങ്ങളുടെ കരിയറുള്ള മോഹൻലാലിന് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായി അത്ര സുഖകരമായ ഒരു കരിയർ അല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെയുള്ള സിനിമകളുടെ ഒരു രീതി. ലൂസിഫറിന് ശേഷം ലൂസിഫർ വന്നു, അത് വലിയ തോതിലുള്ള ഹിറ്റായി മാറുന്നു. ഇടയ്ക്കിടയ്ക്ക് ചില സിനിമകൾ വരുന്നു, അതൊക്കെ പരാജയപ്പെടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇതൊക്കെ ചേർത്ത് വെക്കുമ്പോൾ ലൂസിഫറിന് ശേഷം വരുന്ന എംപുരാൻ എന്ന സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ മലയാള സിനിമ, ഇന്ത്യൻ സിനിമ മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അത് വലിയ ഹൈപ്പ് ഉണ്ടാക്കുന്നു. അത് ലാലിന് മാത്രം പറ്റുന്ന ഒരു മാജിക് എന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്നതും കൂടി ചേർത്ത് വെക്കണം. പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകൻ്റെ ബ്രില്യൻസ് കൂടി അതിൻ്റെ തൊട്ടുപുറകിലുണ്ട്. എങ്കിൽ കൂടി മോഹൻലാൽ എന്ന നടനെ മുന്നിൽ നിർത്തി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ, അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭാവങ്ങൾ ഒക്കെ പ്രത്യേകമായി നമുക്കറിയാം. ലൂസിഫറിൽ കണ്ടത് മോഹൻലാൽ എന്ന നടൻ്റെ പല വിധത്തിലുള്ള ഭാവങ്ങളായിരുന്നു, ഡയലോഗുകളേക്കാൾ കൂടുതൽ ഒരു പക്ഷേ. അത് വളരെ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു സിനിമയാണ് എംപുരാൻ എന്നുകൂടി മനസ്സിലാക്കണം. എംപുരാൻ്റെ ഇപ്പോഴത്തെ പ്രീ റിലീസുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ആ സിനിമയ്ക്ക് വലിയ ഹൈപ്പ് നൽകുന്നുണ്ട്. സിനിമ തിയേറ്ററിലെത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണുന്നത്. പക്ഷേ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ആ സിനിമയുടെ റിലീസ്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഇപ്പോൾ തന്നെ കോടികളുടെ കിലുക്കം ആ സിനിമയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രീ റിലീസ് കളക്ഷനുമൊക്കെയായി ബന്ധപ്പെട്ട്. പക്ഷേ ഇനിയും ഈ സിനിമ തിയേറ്ററിൽ എത്തുമ്പോഴാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് വിലയിരുത്തുക. സാധാരണ മോഹൻലാൽ സിനിമകൾക്ക് ഒരു രീതിയുണ്ട്, ഒരു ചെറിയ അഭിപ്രായം വന്നാൽ ആ സിനിമ പിടിച്ചാൽ കിട്ടില്ല, തിയേറ്ററുകൾ നിറയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നെഗറ്റീവായി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നാൽ, സിനിമ മോശമാണ് എന്ന ഒരു അഭിപ്രായം, ചെറിയ അഭിപ്രായം പോലും വന്നാൽ ആ സിനിമ പാടെ തകർന്നു പോകുന്ന പശ്ചാത്തലം കൂടിയാണ്. അങ്ങനെ ഒട്ടും പ്രവചിക്കാനാവാത്ത ഒരു താരമാണ് മോഹൻലാലും മോഹൻലാലിൻ്റെ ആരാധകരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാത്തിരിക്കാം എംപുരാൻ മോഹൻലാലിന് എത്ര വിജയം നൽകുമെന്നതിന്.